ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും അമൽദേവ് സിനിയാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് രാവിലെ ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്തുള്ളൂ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ. ഇപ്പോൾ ഇത് പുതിയൊരു ട്രെയിലർ വന്നിട്ടുണ്ട്, ഐ നോബഡി. നമ്മുടെ പൃഥ്വിരാജ് കുമാരൻ, അതുപോലെ നിസാം ബഷീർ, റൊഷാക്ക്, കെട്ടിയോളാൻ്റെ മാലക ഈ പടത്തിൻ്റെയൊക്കെ ഡയറക്ടറാണ്. ഇതിൽ ടീസറൊക്കെ അടിപൊളിയായിരുന്നു, ഭയങ്കര പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. സോ നമുക്കൊന്ന് ട്രെയിലർ കണ്ടുനോക്കാം. രാജുവിന്റെ കയ്യിൽ രാജു സമ്പാദിക്കാത്ത കുറച്ച് സ്വത്തുണ്ടല്ലേ? എല്ലാരും കൂടെ അധ്വാനിച്ചൊരു മുതല് സാറിന് സ്വന്തമായിട്ട് വീഴണമെന്ന് വിചാരിച്ചാ അത് കുറച്ച് കൂടുതലല്ലേ സാറേ? അതുകൊണ്ട് സാറിന് കിട്ടിയ മുതലിന്റെ പകുതി ഞാകത കിട്ടിയതോടെ ദേഹത്തുണ്ട്. സാറിന് കിട്ടിയ മുതൽ എനിക്കൊന്ന് അപ്രതീക്ഷിതമായിട്ട് എന്തോ ഇതിനകത്ത് രാജുവേട്ടൻ്റെ ക്യാരക്ടറിന് എന്തോ ഒരു പരിപാടി കിട്ടുന്നുണ്ട്, പൈസയോ അങ്ങനെ എന്തോ സാധനം. പുള്ളി ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു അല്ലേ? പകുതിയാക്കണ്ട, മൊത്തമായിട്ട് തന്നേക്കാം. രാജീവൻ സാറല്ലേ? സാർ SP ഓഫീസർ എന്ന് പറഞ്ഞായിരുന്നു. പാർവതി തിരുവല്ല. എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് ശേഷമാണെന്നു ഒരു ഒരുമിച്ച് അഭിനയിക്കുന്നതല്ലേ. നമ്മുടെ ഒരു പടം നടന്നല്ലോ, മൈ സ്റ്റോറിക്ക് ശേഷം ഒരു ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണെന്ന് തോന്നുന്നു. SSB അവിടെ തന്നെ. പിന്നെ രാജീവൻ ISFC ബാങ്കിൽ പോയത്. ഈ പറഞ്ഞ രാജീവൻ ഇത് ആദ്യമായിട്ടല്ല വാർത്തകളിൽ നിറയുന്നത്. ഇതിന് മുന്നുള്ള സെക്യൂരിറ്റിനെ ലിഫ്റ്റിലിട്ട് താനിങ്ങനെ എന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടു ഞങ്ങൾ പോലീസുകാർ പെട്ടുപോലോടോ. എന്ത് ചെയ്യാനാ സാറേ, കയ്യിലിരിപ്പ് പണ്ടേ കുറച്ച് മോശം. എന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് വന്ന പോലീസുകാർ പ്രശ്നക്കാരനാണ് അതിനകത്ത്. കൊള്ളാട്ടോ, കട്ട്സൊക്കെ രസമുണ്ട്. ബാങ്കിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ക്യാഷ് ഔട്ട് കറങ്ങി തിരിച്ചടക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ പൈസ വെക്കുന്ന സേഫ് ആണോ? ഖാലിദ് റഹ്മാൻ, തല്ലുമാല, അതുപോലെ ആലപ്പുഴ ജിംഖാന, അതിൻ്റെയൊക്കെ ഡയറക്ടർ. രണ്ടു ദിവസമായിട്ട് അവന്മാരുടെ പുറകെ നടക്കുക സാർ. ഓഫീസിൽ ഓക്കെ, പരാതിയില്ല. വീട്ടിൽ കയറാൻ വന്നു അവർക്ക് ഇച്ചിരി ടെൻഷൻ കൊടുത്താലോ? എനിക്ക് ഒരു അത് ഞാൻ തന്നെ കറക്റ്റ് ചെയ്തോളാം. പക്ഷെ പോലീസുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അയാൾക്കൊരു ഫാമിലി ഉള്ളതാണ്. മൈ ഫാമിലി, മൈ കിഡ്സ്, അതൊക്കെയാണ് എന്റെ വലിയ കാര്യം. രാജീവൻ ഒരു ക്രിമിനലാണ്, അത് മീരയ്ക്കും അറിയാവുന്ന കാര്യമാണ്. രാജീവനൊന്നും പറയാനില്ലേ സർ? അതിനി എന്താണ്? ഈ ഒരു കഴിഞ്ഞ ടീസറിലും കണ്ടായിരുന്നു ഒരു കണ്ണിങ്ങനെ അപകടം പറ്റിയിട്ടുള്ള പരിപാടി. എനിക്ക് തോന്നുന്നു ഫൈറ്റിന് ശേഷം, മിക്കവാറും പടത്തിലെ ഫസ്റ്റ് പുള്ളിക്ക് കിട്ടുന്ന ഒരു ഫൈറ്റിന് ശേഷമുള്ളൊരു സീക്വൻസ് ആയിരിക്കും. തിരിച്ചടിക്കുന്നതായിരിക്കും പിന്നെ അങ്ങോട്ടേക്ക്. എന്താണെങ്കിലും ഞങ്ങൾക്കൊന്നും അറിയില്ല. അയാളോട് കൂടുതൽ അബദ്ധങ്ങളൊന്നും കാണിക്കാതെ സറണ്ടർ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ടെന്താ, പപ്പയുടെ കൂടെ അടികൂടാൻ വന്നവരായിരുന്നു. ഫൈറ്റ് പടത്തിൽ ഇഷ്ടം പോലെ ഫൈറ്റ് ഉണ്ട് കേട്ടോ. പപ്പയുടെ കൂടെ അടികൂടാൻ വന്നവരാണ് ഇപ്പോൾ ജീവനോടെ ഇല്ലാന്ന്. എന്തോ 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 വലുത് വരാൻ പോകുന്നു എന്ന് മനസ്സ് പറയുന്നു. ഐ നോബഡി 19 ജൂലൈ, അടുത്ത മാസം. കൊള്ളാലോ, ഇത് കുറേ ആക്ഷൻ ബ്ലോക്ക് ഉള്ള പടമാണെന്ന് ഞാൻ കേട്ടായിരുന്നു. കുറേ അധികം ആക്ഷൻ സീക്വൻസ് ഉണ്ട്. എന്നാലും പപ്പയുടെ കൂടെ അടി കൂടിയ ആരും ഇപ്പോൾ ജീവനോടെ ഇല്ലയെന്ന് പറയുമ്പോൾ ഡാർക്കാണ് പടം. അതെനിക്ക് തോന്നുന്നു കുറേ ടൈം എടുത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണത്. കാരണം കുറേ ആക്ഷൻ ബ്ലോക്സ് ഒക്കെ ഉള്ള കാരണം നമ്മൾ വിചാരിച്ചതിൽ എന്തോ വലുത് ഈ പടത്തിലുണ്ടെന്ന് തോന്നുന്നു. അതുമാത്രമല്ല, ജൂലൈ 19, അതായത് അടുത്ത മാസം ജൂലൈ 31 സംതിങ് അല്ലേ ബ്രാൻഡ് ന്യൂ ഡേ റിലീസ്. ഒരാഴ്ച ഗ്യാപ്പിലാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും കൊള്ളാം, അടിപൊളി പടം ആയിരിക്കുന്നു, സംശയമൊന്നുമില്ല. കാരണം നമ്മുടെ ഡയറക്ടർ നിസാം ബഷീർ, നമ്മുടെ റൊഷാക്ക്, കെട്ടിയോളാൻ്റെ മാലക, അതിൻ്റെയൊക്കെ ഡയറക്ടറാണ്. ഡയറക്ടറിൽ പ്രതീക്ഷയുണ്ട്, ട്രെയിലർ ഉണ്ടാ പ്രതീക്ഷ കൂടി. സോ വെയിറ്റിംഗ് ഫോർ ദ മൂവി അടുത്ത മാസം 19th.